അതൊക്കെ നടന്നിട്ടാണ് എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമായിരുന്നു. എന്റെ ഭാരം എല്ലാം എടുത്ത് ഈശോ മാറ്റി. ഇന്നലെ അല്ലേ? അതിന് ഞാൻ ദൈവത്തിന് നന്ദി. ഒരുപാട് ഭാരവും ചുമന്നതാണ്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ഇന്നലെ. നമുക്ക് ആ ഒരു ഈ സഹനമൊക്കെ വന്നിട്ടേ, സഹനം വന്നിട്ട് ഈ ഹൃദയഭാരം വന്നിട്ട് നമുക്ക് നെഞ്ചുവേനൊക്കെ ഇല്ലായിരുന്നോ? എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷെ ഞാൻ ഇന്നത് പറയണായിരുന്നു. ഞാൻ എല്ലാവരോടും അത് ഷെയർ ചെയ്തു. എന്റെ എല്ലാ ഭാരവും ഹൃദയഭാരം എല്ലാം കർത്താവ് എടുത്തു മാറ്റിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന് നന്ദി പറയും. ദൈവത്തിന് മഹത്വം. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വരും വ്യാഴാഴ്ച പോരി, ധൈര്യമായിട്ട് പോരി. എന്തോ അമ്മച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് ബേബി എന്നല്ലേ? ഓക്കെ. അപ്പൊ ധൈര്യമായിട്ട് പറയട്ടോ, നമുക്ക് എല്ലാം കർത്താവ് ക്രമപ്പെടുത്തും. ധൈര്യമായിട്ട് വാ, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു എനിക്ക് ഇന്നലെ കിട്ടിയത്. ആണല്ലേ? ഇന്ന് ഞാൻ അട്ടപ്പാടിയിലൊക്കെ 5-6 കൊല്ലം ഞാൻ നടന്നതാ. എനിക്ക് എന്താണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലായിരുന്നു അത് ബ്രദറെ. ഇന്നലെ നല്ലൊരു അനുഭവമായിരുന്നു. എന്റെ ഹൃദയത്തിന് എന്തൊരു ഭാരം ചുമന്ന് ഞാൻ 21 കൊല്ലമായിട്ട് നടന്നു. ഞാൻ തുറന്നൊരു കൗൺസിലിംഗ് ചെയ്ത പോലെയുള്ള ഒരു അനുഭവം എന്റെ ആ ഭാരം ഹൃദയത്തിൽ നിന്ന് കർത്താവ് എടുത്ത് കളയുകയും ചെയ്തു. ദൈവത്തിന് നന്ദി, മഹത്വം. എനിക്ക് ദൈവകൃപ ഹൃദയം തുറന്ന് ഈശോട് കരയുകയും എല്ലാം ചെയ്തല്ലേ? ഹൃദയം തുറക്കണേ, ഈശോയുടെ മുമ്പിലാണ് തുറന്നത്. ഈ മകനൊരു ഉപകരണം മാത്രമാണ്, പക്ഷെ അമ്മ തുറന്നത് ഈശോയുടെ മുമ്പിലാണ്. അതാണ് ഈശോയ്ക്ക് ഇഷ്ടമായത്. അതെ, സത്യമാണ്. അപ്പൊ അങ്ങനെ വരാനും ഇന്നലെ തന്നെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വരാനിരുന്ന എന്നെ അന്നൊരു തടസ്സപ്പെടുത്തല് ഈ ശനിയാഴ്ച അതെനിക്കൊരു ഒരുക്കമായിരുന്നെന്നാ മനസ്സിലായത് എനിക്ക്. ആണല്ലേ? അത് നമ്മ തമ്മിലും ഈശോയുടെ നാമത്തിൽ മകനെ അവിടെ കൊണ്ടുവരാനും കാണാനും പ്രാർത്ഥിക്കാനും ഉള്ള ഒരു വഴിയായിരുന്നു അന്ന് അത് തടസ്സപ്പെട്ടത്. ഇന്നലെ അത് കർത്താവ് തുറന്നു തന്നത്. അമ്മ ഇനി നമ്മളന്ന് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇനി അമ്മയായിട്ടല്ല ഇനി ജീവിക്കേണ്ടത്, ക്രിസ്തുവായിട്ടാണ്. കേട്ടോ? അപ്പൊ ക്രിസ്തുവായിട്ടമ്മ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സകല സാഹചര്യം മാറി മറിയും. എല്ലാം ഞാൻ ഈശോക്ക് വിട്ട എല്ലാ കാര്യവും. നമ്മളെ കൊണ്ട് ഒരു മുഴം നീട്ടാനും കൊടുക്കാനും പറ്റിയ ഇന്നലത്തെ ആ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി.